Dear children, today we are going to study new chapter, Medieval India, Concept of Kingship and Nature of Administration. In the previous classes, we have learned about the Sultanate dynasties who ruled between 1206 and 1526 CE with the capital of Delhi. 5 dynasties, namely Mamluk, Khalji, Tughlaq, Sayyid and Lodi ruled during the Sultanate period. CE 1206 മുതൽ 1526 വരെ ഡൽഹി സെൻട്രാക്കി മാംലൂക്ക്, ഖൽജി, തുഗ്ലക്, സയ്യദ്, ലോധ് ഡൈനാസ്റ്റി ഭരണം നടത്തിയിരുന്നു. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷൻ? സുൽത്താൻ ഇംപ്ലിമെന്റഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. കേന്ദ്രീകൃത രാജഭരണ രീതിയായിരുന്നു. എല്ലാ അധികാരവും രാജാവിൽ നിക്ഷിപ്തമായിരുന്നു. ദ സുൽത്താൻ വാസ് ദ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി ആൻഡ് ജുഡീഷ്യറി. ഭരണത്തിൻ്റെയും സൈന്യത്തിൻ്റെയും നീതിന്യായത്തിൻ്റെയും തലവൻ രാജാവായിരുന്നു. ദേ വർ ഡിഫറെൻറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ടു അസിസ്റ്റ് ദ കിങ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഭരണകാര്യങ്ങളിൽ സുൽത്താനെ സഹായിക്കാൻ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ആൻ എക്സാക്ട് ലോ ഓഫ് സക്സഷൻ വാസ് ആബ്സെന്റ്. കൃത്യമായ പിന്തുടർച്ചാ നിയമം ഉണ്ടായിരുന്നില്ല. ദ ലീഡർഷിപ്പ് ഓഫ് കാലിഫേറ്റ് ബാഗ്ദാദ് വാസ് അക്സെപ്റ്റഡ്. ബാഗ്ദാദിലെ ഖലീഫയുടെ നേതൃത്വം അംഗീകരിച്ചു. എ സ്ട്രോങ് ആർമി വാസ് മെയിൻറ്റെയിൻഡ്. ശക്തമായൊരു സൈന്യത്തെ നിലനിർത്തി. ദ വാസ്റ്റ് കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് റീജിയൻസ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ വിവിധ വിഭാഗങ്ങളായി വിഭജിച്ചു. റീജിയണൽ ലോസ് പ്രിവെയിൽഡ് അറ്റ് ദ വില്ലേജ് ലെവൽ. ഗ്രാമതലത്തിൽ പ്രാദേശിക നിയമങ്ങൾ നിലനിന്നിരുന്നു. ലെറ്റ് us study the local administration in Sultanate period. For the convenience of administration, the empire was divided into provinces, sheikhs, parganas and villages. ഭരണ സൗകര്യത്തിനായി എംപയറിനെ പ്രൊവിൻസസ്, ഷിക്സ്, പർഗാനാസ്, വില്ലേജസ് എന്നിങ്ങനെ തിരിച്ചിരുന്നു. സെപ്പറേറ്റ് ഓഫീസേഴ്സ് വെർ അപ്പോയിന്റഡ് ഫോർ ഈച്ച് ഡിവിഷൻ. ഓരോ വിഭാഗവും പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ദ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, കളക്ഷൻ ഓഫ് ടാക്സസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ ആർമി were the chief duties of these officers. ക്രമസമാധാന പാലനം, നീതിന്യായ നിർവഹിക്കൽ, ടാക്സ് കളക്ട് ചെയ്യൽ എന്നിവ ഈ ഉദ്യോഗസ്ഥരുടെ ചുമതലയായിരുന്നു. Let us study ഇഖ്ത സിസ്റ്റം. During the beginning of the Sultanate period, the country was divided into different parts, and these were entrusted with the nobles, who were also military commanders. സുൽത്താനേറ്റ് ഭരണത്തിന്റെ തുടക്കത്തിൽ രാജ്യത്തെ പല ഭാഗങ്ങളായി വിഭജിച്ച് സൈനിക മേധാവികളായ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു. These divisions were known as ഇഖ്താസ്, and their holders were known in different names as ഇഖ്താദാർ, മുക്തി ആൻഡ് വാലി. ഈ പ്രദേശങ്ങൾ ഇഖ്ത എന്നും അവ കൈവശം വെച്ചിരുന്നവർ ഇഖ്താദാർ, മുക്തി, വാലി എന്നീ പേരുകളിലും അറിയപ്പെട്ടു. ദ റവന്യൂ കളക്ഷൻ ആൻഡ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദീസ് ഡിവിഷൻസ് were the main duties of these ഇഖ്താദാസ്. നികുതി പിരിവ്, ക്രമസമാധാന പാലനത്തിന്റെ ചുമതല ഇഖ്താദാർമാർക്കായിരുന്നു. They used part of revenue collected from ഇഖ്ത for their own expense and the rest for collecting administration. പിരിച്ചെടുക്കുന്ന തുകയുടെ ഒരു ഭാഗം സ്വന്തം ചെലവിനും ബാക്കി ഭരണകാര്യങ്ങൾക്കും ഇഖ്താദാർ ഉപയോഗിച്ചു. Let us study the market reforms implemented by Alauddin Khalji. Market regulation of Alauddin Khalji was a reform implemented with the intention of maintaining a large army with less expenditure. അലൗദ്ദീൻ ഖൽജി കുറഞ്ഞ ചെലവിൽ വലിയൊരു സൈന്യത്തെ എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പരിഷ്കരണമാണ് മാർക്കറ്റ് റിഫോംസ്. ഇറ്റ് വാസ് നെസസറി ടു കൺട്രോൾ ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ടു റെഡ്യൂസ് ദ മിലിറ്ററി എക്സ്പെൻഡിച്ചർ. സൈനിക ചെലവ് കുറയ്ക്കാൻ അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. Hence the merchants were forced to sell their
പ്രോഡക്ട്സ് അറ്റ് ദ ഫിക്സ്ഡ് പ്രൈസ്. ഒരു നിശ്ചിത വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാൻ മെർച്ചൻസ് നിർബന്ധിതരായി. ബ്ലാക്ക് മാർക്കറ്റേഴ്സ് ആൻഡ് ഹോർഡേഴ്സ് വെർ സ്ട്രിക്ട്ലി പണിഷ്ഡ്. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും നടത്തുന്നവർക്ക് കഠിന ശിക്ഷ നൽകി. ദ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വെർ യൂണിഫൈഡ്. അളവുകളും തൂക്കങ്ങളും ഏകീകരിച്ചു. ദ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ഗ്രാനറീസ് ടു സ്റ്റോർ ദ ഗ്രെയിൻ ബ്രോഡ് ഫ്രം ദ പ്രസൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് മോഡറേറ്റ് പ്രൈസ്. ഗവൺമെന്റ് ധാന്യപ്പുരകൾ സ്ഥാപിക്കുകയും കർഷകരിൽ നിന്ന് ധാന്യങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയും ക്ഷാമകാലത്ത് മിതമായ വിലയ്ക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ആസ് എ റിസൾട്ട്, the soldiers were able to purchase commodities at a moderate price. ഇതിന്റെ ഫലമായി സൈനികർക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞു. ഓഫീസേഴ്സ് വെർ അപ്പോയിന്റഡ് ഫോർ ദ സ്ട്രിക്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് മാർക്കറ്റ് റിഫോംസ്. കമ്പോള നിയമങ്ങൾ കർശനമായി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചു.